അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവിനെ സ്തുതിക്കുവിൻ, തിരുനാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകൾക്കിടയിൽ അവിടുത്തെ പ്രവൃത്തികൾ അറിയിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുവിൻ, തിരുനാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകൾക്കിടയിൽ അവിടുത്തെ പ്രവൃത്തികൾ അറിയിക്കുവിൻ. അവിടുത്തെ സ്തുതിച്ച് കീർത്തനം പാടുവിൻ. അത്ഭുത കൃത്യങ്ങൾ വിളിച്ചറിയിക്കുവിൻ. തിരുനാമം പാടി സ്തുതിക്കുവിൻ. കർത്താവിനെ തേടുന്നവരുടെ ഹൃദയം ആനന്ദിക്കട്ടെ. കർത്താവിനോട് അപേക്ഷിച്ച് ശക്തരാകുവിൻ. തിരുമുഖം സർവദാ തേടുവിൻ. അവിടുന്ന് ചെയ്ത അത്ഭുത കൃത്യങ്ങളും അരുൾ ചെയ്ത ന്യായവിധികളും സ്മരിക്കുവിൻ. അവിടുത്തെ ദാസനായ അബ്രാഹത്തിന്റെ പുത്രരെ, അവിടുന്ന് തിരഞ്ഞെടുത്തവരായ യാക്കോബിന്റെ തനയരെ, അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമി മുഴുവനിലും. എക്കാലവും അവിടുന്ന് തന്റെ ഉടമ്പടി ഓർക്കുന്നു. 1000 തലമുറയോളം തന്റെ വാഗ്ദാനവും. അബ്രാഹത്തോടുള്ള വാഗ്ദാനവും ഇസഹാക്കിനോടുള്ള ശപഥവും യാക്കോബിന് കൊടുത്ത ഉറപ്പും ഇസ്രായേലിന് നൽകിയ ഉടമ്പടിയും അവിടുന്ന് സ്ഥിരീകരിച്ചു. കാനാൻ ദേശം ഓഹരിയും അവകാശവുമായി ഞാൻ നിനക്ക് നൽകുമെന്ന് അവിടുന്ന് അരുൾ ചെയ്തു. അന്ന് അവർ എണ്ണത്തിൽ കുറഞ്ഞവരും നിസ്സാരരും പരദേശികളുമായിരുന്നു. അവർ ദേശങ്ങളിലും ജനതകളുടെ ഇടയിലും അലഞ്ഞു നടന്നിരുന്നു. എങ്കിലും അവരെ ദ്രോഹിക്കാൻ അവിടുന്ന് ആരെയും അനുവദിച്ചില്ല. അവർക്ക് വേണ്ടി അവിടുന്ന് രാജാക്കന്മാരെ ശാസിച്ചു. എന്റെ അഭിഷിക്തരെ നിങ്ങൾ തൊട്ടുപോകരുത്. എന്റെ പ്രവാചകരെ നിങ്ങൾ ഉപദ്രവിക്കരുത്. അവരുടെ ഗോതമ്പ് കൃഷിയെല്ലാം നശിപ്പിച്ചു. അവിടുന്ന് ദേശത്ത് ക്ഷാമം വരുത്തി. യോസേപ്പിനെ അവിടുന്ന് മുമ്പേ അയച്ചു. അയാൾ അടിമയായി വിൽക്കപ്പെട്ടു. കർത്താവിന്റെ വാക്ക് നിറവേറുവോളം അയാളുടെ
കാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിതമായിരുന്നു. മോചിതനാകുന്നതുവരെ കർത്താവിന്റെ വാക്ക് അയാളെ പരിശോധിച്ചു. രാജാവ് അയാളെ ബന്ധന വിമുക്തനാക്കി തന്റെ ജനത്തിന്മേൽ അധികാരിയാക്കി. അയാളെ തന്റെ ഭവനത്തിന്റെ നാഥനും സർവസമ്പത്തുകളുടെയും അധിപതിയുമാക്കി. അധികാരികൾക്ക് യഥേഷ്ടം പ്രബോധനമേകാനും ജനപ്രമാണികളെ വിജ്ഞാനികളാക്കാനും അയാളെ നിയോഗിച്ചു. ഇസ്രായേൽ മിസ്രൈനിലേക്ക് വന്നു യാക്കോബ് ഹാമിന്റെ കൂടാരത്തിൽ പാർത്തു. ദൈവം തന്റെ ജനത്തെ വളരെയധികം വർദ്ധിപ്പിച്ചു, ശത്രുക്കളെക്കാൾ അവരെ ശക്തരാക്കി. തന്റെ ജനത്തെ വെറുക്കാനും വഞ്ചിക്കാനും അവിടുന്ന് അവരുടെ ഹൃദയം കഠിനമാക്കി. അവിടുന്ന് തന്റെ ദാസനായ മൂശയെയും താൻ തിരഞ്ഞെടുത്ത അഹരോനെയും അയച്ചു. അവിടുന്ന് ഹാമിന്റെ ദേശത്ത് അവർ വഴി അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. അന്ധകാരം അയച്ച് ദേശത്തെ ഇരുട്ടിലാക്കി അവർ അവിടുത്തെ വചനത്തോട് മറുതലിച്ചു. അവിടുന്ന് അവരുടെ ജലമെല്ലാം രക്തമാക്കി അവരുടെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങി. അവരുടെ ദേശവും രാജാവിന്റെ മുറികളും തവളകളെ കൊണ്ട് നിറച്ചു. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ അതിർത്തിയിലുടനീളം ഈച്ചയും ചെള്ളും വന്നു നിറഞ്ഞു. മഴയെ കൽമഴയാക്കി നാട്ടിൽ മിന്നൽ പിണറുകൾ പായിച്ചു. മുന്തിരിത്തോട്ടങ്ങളും അത്തിവൃക്ഷങ്ങളും നശിപ്പിച്ചു നാട്ടിലെ വൃക്ഷങ്ങളെല്ലാം തകർത്തു. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ വെട്ടുകിളികളെത്തി എണ്ണമറ്റ ചാഴികളും. ദേശത്തെ സർവസസ്യങ്ങളും ഫലങ്ങളും അവ തിന്നൊടുക്കി. മിസ്രൈനിലെ കടിഞ്ഞൂൽ പുത്രന്മാരെയെല്ലാം അവിടുന്ന് സംഹരിച്ചു. പൊന്നും വെള്ളിയും സഹിതം ഇസ്രായേലിനെ അവിടുന്ന് ആനയിച്ചു. ബലഹീനരായി ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ പുറപ്പെട്ടപ്പോൾ മിസ്രൈംകാർ ഭീതി പിടിഞ്ഞ് ആനന്ദിച്ചു. മേഘവിരപ്പിനാൽ കർത്താവ് അവർക്ക് തണൽ നൽകി. അഗ്നിസ്തംഭത്താൽ രാത്രിയിൽ പ്രകാശവും. ചോദിച്ചപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തു. ആകാശത്തു നിന്നുള്ള അപ്പത്താൽ അവരെ തൃപ്തരാക്കി. അവിടുന്ന് പാറ പിളർത്തി വെള്ളമൊഴുക്കി. ഉണങ്ങിയ നിലത്തിലൂടെ ജലം പ്രവഹിച്ചു. തന്റെ ദാസനായ അബ്രാഹത്തിന് നൽകിയ വിശുദ്ധ വാഗ്ദാനം അവിടുന്ന് അനുസ്മരിച്ചു. ആനന്ദത്തോടെ തന്റെ ജനത്തെയും സ്തുതിഗീതങ്ങളോടെ യുവാക്കളെയും അവിടുന്ന് നയിച്ചു. അവിടുന്ന് അവർക്ക് ജനതകളുടെ ദേശങ്ങൾ നൽകി. അവരുടെ അധ്വാന ഫലം ഇസ്രായേൽ അവകാശമാക്കി. അവിടുത്തെ കൽപ്പനകൾ അവർ ആദരിക്കേണ്ടതിനും നിയമങ്ങൾ പാലിക്കേണ്ടതിനും തന്നെ. നമുക്ക് നന്മ ചെയ്തതിന് പകരമായി കർത്താവിന് നന്ദി പറയാം. നമ്മുടെ കുറവ് നികത്താൻ അപേക്ഷിക്കാം. അവിടുത്തെ സ്നേഹം എന്നെന്നും കവിഞ്ഞൊഴുകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സത്യം അങ്ങയുടെ വചനത്തിന്റെ കാതലാകുന്നു. ശിഷ്യർ ദൈവികമാ വാക്കാൽ ചെയ്തികളാൽ സത്യം ഘോഷിച്ചു. ഉലകം ശോഭിതമാ ശിഷ്യർ നൽകിയതാ ബോധന വീഴ്ചകളാ. ഞങ്ങളുടെ ശക്തി മഹത്വം അങ്ങാണല്ലോ. മിശിഹാ കർത്താവിൻ സ്തുതികൾ പാടിടാം ഇന്നീ സുദിനത്തിൽ. നാഥൻ നൽകിയതാം ബലമുൾക്കൊണ്ടവരാ ശിഷ്യർ വിജയികളായി. കർത്താവേ, അങ്ങയുടെ കൃപാവരം സമൃദ്ധമാണ്. നാഥാ,
ദൃഢമായി നിലനിൽക്കാൻ കൃപ നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തിരുനാൾ സാനന്ദം കൊണ്ടാടിടുമിവർ ശക്തി ധരിച്ചിടാൻ. മിശിഹാ കർത്താവേ, ആരാധകരിൽ നീ തുണ നീയേകണമേ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയൊടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാൽ നീ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങേ സ്തുതിക്കുകയും മനുഷ്യരങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഇപ്പോഴും ഞാൻ കർത്താവിനെ വാഴ്ത്തും. അവിടുത്തെ സ്തുതികളാൽ എൻ്റെ അധരങ്ങൾ നിറഞ്ഞിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും ഞാൻ കർത്താവിനെ വാഴ്ത്തും. അവിടുത്തെ സ്തുതികളാൽ എൻ്റെ അധരങ്ങൾ നിറഞ്ഞിരിക്കും. എൻ്റെ ആത്മാവ് കർത്താവിനെ പ്രകീർത്തിക്കും. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു, അവിടുന്ന് ഉത്തരമരുളി. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവിനെ ഉറ്റുനോക്കുവിൻ, അവിടുന്ന് പ്രത്യാശ വയ്ക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ മുഖങ്ങൾ ലജ്ജാഭരിതമാവില്ല. എളിയവർ നിലവിളിച്ചു, കർത്താവ് അവനെ ശ്രവിച്ചു. കഷ്ടതകളിൽ നിന്നെല്ലാം അവനെ രക്ഷിച്ചു. കർത്താവിന്റെ മാലാഖവൃന്ദം ഭക്തരെ വലയം ചെയ്യുന്നു, അവരെയെല്ലാം സംരക്ഷിക്കുന്നു. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുവേൻ. അവിടുത്തെ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യമുള്ളവരാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ജീവിതമഖിലം മിശിഹായ്ക്കായി നൽകി വിശുദ്ധി വരിച്ചവരെ, ശിഷ്യന്മാരെ ഞങ്ങൾക്കായി നിതരാം പ്രാർത്ഥിച്ചിടണമേ. ആനന്ദത്തിൻ തികവിലിവർ തിരുനാളിതു കൊണ്ടാടിടാൻ, ശാന്തിഹത്തിൽ വർഷിക്കാൻ നാഥനോടർത്ഥിച്ചിടണമേ. ഏകജനാകും മിശിഹാതൻ ശിഷ്യന്മാരെ സ്നേഹിതരെ, ശാശ്വതമാകും ശാന്തിക്കായി നിതരാം പ്രാർത്ഥിച്ചിടണമേ. പരിമളമിയലും ധൂപം പോൽ പ്രാർത്ഥന നിത്യവും ഉയരട്ടെ, അനുരഞ്ജനമുളവാകട്ടെ ധരയിൽ ലോകം മുഴുവനിലും. താതനും അതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതി ഉയരട്ടെ, ആദിമുതൽക്കുന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ഇതാ ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ആനന്ദത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ വംശത്തിൽ നിന്ന് കർമ്മോത്സകരായ 12 സ്ലീഹന്മാരെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവിന്റെ ദാനമായ ഭാഷാവരം വഴി നിന്റെ സ്നേഹന്മാരുടെ മേൽ ദൈവിക മഹിമകൾ വർഷിച്ച കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവപരിപാലനത്തിന്റെ അത്ഭുതകരമായ രക്ഷാരഹസ്യങ്ങളെക്കുറിച്ചും ആരാധ്യമായ ത്രിത്വത്തിന്റെ പ്രകൃതിയെക്കുറിച്ചും നിന്റെ സ്നേഹന്മാരിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവത്തോടുള്ള സ്നേഹത്താൽ ഈ ലോകത്തെയും അതിൻ്റെ സന്തോഷങ്ങളെയും നിസ്സാരമായി കരുതാൻ വിശുദ്ധ സ്നേഹന്മാർക്ക് ശക്തി നൽകിയ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഈ ലോകത്തെ സമ്പന്നമാക്കുകയും കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി സകല ജനതകളെയും മാനസാന്തരപ്പെടുത്തുകയും ചെയ്തത് വഴി വിശുദ്ധ സ്നേഹന്മാരെ വിശ്രുതരാക്കിയ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി സകല ജനതകളുടെയും ഇടയിൽ നിന്റെ പ്രഘോഷകരെ ശക്തിപ്പെടുത്തിയ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പീഡനങ്ങൾക്ക് മുമ്പിൽ ധീരരായി നിലകൊള്ളാനും ലോകത്തിൽ നിന്റെ സുവിശേഷം പ്രഘോഷിക്കാനും ഉത്തമമായ വിശ്വാസം ശിഷ്യന്മാർക്ക് നൽകിയ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ ശിഷ്യന്മാരെ പരിശുദ്ധ റൂഹായുടെ ശക്തിയാലും തിരുവചനത്താലും സജ്ജരാക്കുകയും തെറ്റിനെ നശിപ്പിക്കുകയും ദുഷ്ടന്റെ ശക്തിയെ കീഴടക്കുകയും ചെയ്ത കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും
ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സഹായകനായ പരിശുദ്ധ രൂഹായെ സ്ലേഹന്മാർക്ക് നൽകി അവരെ ആശ്വസിപ്പിച്ച മിശിഹായെ, ഞങ്ങളുടെ മനസ്സിനെ നിന്റെ അറിവിനാൽ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കരുണയും ദയയും വർഷിക്കുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര